Hello friends, welcome to our channel Civil On. ഇന്ന് നമ്മൾ ആർ സി സിയിലെ ബീംസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ആർ സി സിയിലെ ബേസിക്സ് നമ്മൾ പാർട്ട് 1 വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. കാണാത്തവരാണെങ്കിൽ അത് കാണാം. സോ നമ്മൾ പ്യുവർലി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓവർസിയർ ഗ്രേഡ് 1 എക്സാംസിന്റെ കേരള PSC എക്സാമിന്റെ ബേസിക്സിലാണ് ക്ലാസ് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ ബീംസിന്റെ തിയറി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ അതിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കുക, എന്നാലും നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് കൃത്യസമയത്ത് കിട്ടുള്ളൂ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഓഫ് ദി സെഷൻ എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് മിക്സ് യൂസ്ഡ് ഫോർ വാട്ടർ റിട്ടൈനിങ് സ്ട്രക്ചർ വിത്ത് ആൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ്. വാട്ടർ റിട്ടൈനിങ് സ്ട്രക്ചർ ആൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു വാട്ടർ റിട്ടൈനിങ് സ്ട്രക്ചർ മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എത്ര പ്രൊവൈഡ് ചെയ്യണമെന്നായിരുന്നു ക്വസ്റ്റ്യൻ. സോ ഹിയർ ആൻസർ വിൽ ബി M30 ആണ് മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഈ ഒരു കണ്ടീഷനിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഗ്രേഡ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ RCC ഇൻ സീ വാട്ടറിലാണെങ്കിൽ ഓക്കെ, RCC സ്ട്രക്ചർ ഇൻ സീ വാട്ടറിൽ M30 ആണ് മിനിമം. RCC റെയിൻഫോഴ്സ് സിമെന്റ് കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ M30 മിനിമം പ്രൊവൈഡ് ചെയ്യണം. PCC ആണെങ്കിൽ M20 ആണ് മിനിമം ഗ്രേഡ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതുപോലെ പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റിന്റെ കേസിലാണ്, പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ് തന്നെ രണ്ട് കേസസ് വരുന്നുണ്ട് നമുക്കറിയാം. പോസ്റ്റ് ടെൻഷനും ഉണ്ട്, പ്രീ ടെൻഷനും ഉണ്ട്. ആ പോസ്റ്റ് ടെൻഷൻ പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റിലാണെങ്കിൽ മിനിമം ഗ്രേഡ് M30 ആണ്, പ്രീ ടെൻഷനിലാണെങ്കിൽ M40 ആണ്. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ്ലി PSC ചോദിക്കുന്നതാണ്, അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ചേക്കാം. സോ ഇനി നമുക്ക് കമ്മിങ് ടു ബീംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബീംസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു ഹോറിസോണ്ടൽ മെമ്പർ ആണ്. അതിന്റെ മെയിൻ ഫംഗ്ഷൻ ഈസ് ടു ട്രാൻസ്വേഴ്സ് ലോഡ് ക്യാരി ചെയ്യുക എന്നുള്ളതാണ്. അത് റെക്ടാങ്കുലർ ഇൻ ക്രോസ് സെക്ഷൻ ആയിരിക്കും ബീംസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബീംസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിന് മുകളിലുള്ള സ്ലാബിനെ ക്യാരി ചെയ്യുക, അതിനെ താങ്ങി നിർത്തുക എന്നുള്ളതാണ് ശരിക്കും. എന്നിട്ട് അതിന്റെ ഫംഗ്ഷൻ മീൻസ് മുകളിലുള്ള അതിന്റെ സെൽഫ് വെയിറ്റിന്, ബീംസിന്റെ മുകളിൽ വരുന്ന ആ ബീംസിന്റെ സെൽഫ് വെയിറ്റിന് അല്ലെങ്കിൽ മുകളിൽ വരുന്ന സ്ലാബിന്റെ വെയിറ്റിനെ സേഫ് ആയിട്ട് കോളത്തിലേക്ക് അല്ലെങ്കിൽ വാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ബീംസിന്റെ മെയിൻ ഉദ്ദേശം. ദെൻ കമ്മിങ് ടു RCC ബീംസ്, നമ്മൾ RCC ഡിസൈനിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് RCC ബീംസിനെ കുറിച്ച് മാത്രമാണ്. സോ RCC ബീംസ് എന്ന് പറയുന്നത് മെയിൻലി അതിന് വിധേയമാകുന്നത് ബെൻഡിങ് മൊമെന്റ്സും ഷിയറും ആണ്. ബെൻഡിങ് മൊമെന്റ്സ് ആൻഡ് ഷിയർ ആയിരിക്കും മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന രണ്ട് ഡിസൈൻ പാരാമീറ്റേഴ്സ്. ഓക്കെ, സോ വെർട്ടിക്കൽ ലോഡ്സ് കാരണം കൊണ്ട് ഒരു ബീം ജസ്റ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ലെറ്റ് us കൺസിഡർ ദിസ് ആസ് എ ബീം. സോ ഇവിടെ ഒരു ലോഡ് വരികയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻസ്, ബീം ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്യും. സോ ഇവിടെ എന്താ സംഭവിക്കുക, ടോപ്പ് ഫൈബേഴ്സിൽ, ഈ ടോപ്പിലുള്ള ഫൈബേഴ്സ് കംപ്രഷൻ സംഭവിക്കും. ബോട്ടത്തിലുള്ള ഫൈബേഴ്സിന് എന്ത് സംഭവിക്കും, ടെൻഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇത് ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, അതായത് RCC നമ്മൾ ഓൾറെഡി പറഞ്ഞു, കോൺക്രീറ്റും ബീം റെയിൻഫോഴ്സ്മെന്റും സ്റ്റീലും ചേർന്നതാണ്. അപ്പൊ അതിന്റെ കോമ്പോസിറ്റ് ആക്ഷൻ, ഇതിന്റെ സ്റ്റീലിന്റെ കോൺക്രീറ്റിന്റെ കൂടിയുള്ള ആക്ഷൻ ആയിരിക്കും RCC ബീമിന്റെ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. സോ ഇനി നമുക്ക് ഒരു ബീമിൽ വരുന്ന മെയിൻ ലോഡ് ഏതാണെന്ന് ജസ്റ്റ് നോക്കാം. ബേസിക് കാര്യങ്ങളാണ്, എന്നിരുന്നാലും നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരുന്നാലാണ് ഇതിന്റെ അപ്ലിക്കേഷനിൽ പോകുമ്പോൾ മനസ്സിലാവുള്ളൂ. ഡെഡ് ലോഡ് ആൻഡ് ലൈവ് ലോഡ് വിൽ ബി ദി ബേസിക് ലോഡ് ആക്ടിങ് ഓൺ എ സ്ട്രക്ചർ ഓർ എ ബീം. സോ സ്ട്രക്ചർ. സോ ഡെഡ് ലോഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെൽഫ് വെയിറ്റ് ആണ്, അല്ലെ? സെൽഫ് വെയിറ്റ് ആണ് വേരിയസ് കമ്പോണൻസിന്റെ, ബീംസിന്റെ മാത്രമല്ല എല്ലാ കമ്പോണന്റിന്റെയും വെയിറ്റ്, സെൽഫ് വെയിറ്റ്സ് ആണ് ഡെഡ് ലോഡ്. ദെൻ ലൈവ് ലോഡ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ്സ് ആണ്. അതായത് നമ്മൾ ഡിസൈൻ കോൺസെപ്റ്റ്സിൽ ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: UDL യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, യൂണിഫോംലി വേരിയിങ് ലോഡ്, UVL എന്ന് പറയും കോൺസെൻട്രേറ്റഡ് ലോഡ്, ആർബിട്രറി ലോഡ്. സോ കോൺസെൻട്രേറ്റഡ് ലോഡ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബീമിൽ ഇങ്ങനെ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ലോഡ്സ് ആണ് കോൺസെൻട്രേറ്റഡ് ലോഡ്സ്. വേറസ് അതായത് ഒരേപോലെ തന്നെ ത്രൂ ഔട്ട് ബീം ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് പോയിരിക്കുന്ന ലോഡ്സ് ആണ് UDL.
ഈ ഫിഗറിൽ കാണാം സെയിം മാഗ്നിറ്റ്യൂഡിൽ ത്രൂ ഔട്ട് പോയിരിക്കുന്നു. ദെൻ UVL എന്ന് പറയുന്നത് വേരി ചെയ്താണ് ലോഡ് പോയിരിക്കുന്നത്. ഇവിടത്തെ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ല ഈ അറ്റത്ത് നോക്കുമ്പോൾ. ഓക്കെ, ഇവിടെ എത്തുമ്പോൾ അത് ലോഡ് കൂടുന്നുണ്ട്. സോ ദാറ്റ് ഈസ് UVL. പക്ഷെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യൂണിഫോം ആണ്, അല്ലെ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് ആർബിട്രറി ലോഡിങ് തോന്നിയ പോലെയാണ്, തോന്നിയ സ്ഥലത്ത് പല രീതിയിലാണ് ലോഡിങ് പോയിരിക്കുന്നത്. ഓക്കെ, ദീസ് ആർ മെയിൻ ലോഡ്സ് ആക്ടിങ് ഓൺ എ സ്ട്രക്ചർ. സോ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് കൺസിഡർ ചെയ്യണം. സോ ഇനി ടൈപ്സ് ഓഫ് ബീംസ് നോക്കുകയാണെങ്കിൽ, ടൈപ്സ് ഓഫ് ബീംസ് ഇതാണ് ബേസിക് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ബീംസ്. സിംപ്ലി സപ്പോർട്ടഡ് ബീംസ് ആണ് ആദ്യത്തേത്. സിംപ്ലി സപ്പോർട്ടഡ് ബീംസ് ഈ ഫിഗറിൽ നമുക്ക് കാണാം. ജസ്റ്റ് രണ്ട് എൻസ് സിംപ്ലി രണ്ട് എൻസ് ഇങ്ങനെ സപ്പോർട്ടഡ് ആയിരിക്കും. ഫിക്സഡ് ബീംസ് എന്ന് പറയുന്നത് ഫിഗറിൽ കാണാവുന്ന പോലെ തന്നെ രണ്ട് എൻസ് ഫിക്സഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്ത് വച്ചിരിക്കുകയായിരിക്കും. അതായത് ഫിക്സഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ്, അവിടെ ഒരു രീതിയിലുമുള്ള മൂവ്മെന്റ് പോസിബിൾ അല്ല. ഹോറിസോണ്ടൽ, വെർട്ടിക്കൽ as well as movement is not at all possible. It is all arrested in case of fixed beams. Then cantilever beams, ഒരു എൻഡ് ഫ്രീ ആയിരിക്കും, ഒരു എൻഡ് ഫിക്സഡ് ആയിരിക്കും. കണ്ടിന്യൂസ് ബീംസ് ഈ ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ. ഓവർ ഹാങ്ങിങ് ബീംസ് ഈ ഫിഗറിൽ കാണാം നമുക്ക്. ഓവർ ഹാങ്ങിങ് ബീംസ് ഇതിന്റെ ഒരെൻഡോ അല്ലെങ്കിൽ രണ്ടെൻഡോ സപ്പോർട്ടിൽ നിന്ന് ഓവർ ഹാങ് ചെയ്തിരിക്കുകയായിരിക്കും, അതായത് സസ്പെൻഡഡ് രീതിയിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ദെൻ കാന്റിലിവർ സിംപ്ലി സപ്പോർട്ടഡ് ബീം നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. കാന്റിലിവർ ഈ ഒരു അറ്റത്ത് സിംപ്ലി സപ്പോർട്ടഡ് ആയിരിക്കും. ഓക്കെ, സാധാരണ കാന്റിലിവറിന്റെ ഒരറ്റം സിംപ്ലി സപ്പോർട്ടഡ് ആയിരിക്കും. സോ ഇതിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത് കാണാത്ത ഒരു ടൈപ്പ് ഓഫ് ബീംസ് ആണ്. ഈ ഒരു രീതിയിൽ ഇരിക്കും, അതിനെ വെറുതെ ഇങ്ങനെ വെച്ചിരിക്കുകയായിരിക്കും, അതിന് വേറൊരു റെസ്ട്രിക്ഷൻസും ഉണ്ടാവില്ല. സോ ഇറ്റ് ഈസ് ദ ബീം ദാറ്റ് ഫ്രീലി സപ്പോർട്ടഡ് ഓൺ ടു എൻഡ്സ് ഓൺ വാൾസ് ഓർ കോളംസ്. നെക്സ്റ്റ് കമ്മിങ് ടു ഫിക്സഡ് ബീംസ്. ഓക്കെ, ഫിക്സഡ് ബീംസിൽ എങ്ങനെയായിരിക്കും, സപ്പോർട്ടിൽ റിജിഡ്ലി ഫിക്സഡ് ആയിരിക്കും, അതിന് അറസ്റ്റ് ചെയ്തിരിക്കുകയായിരിക്കും, ഒരു മൂവ്മെന്റോ ഫോഴ്സസോ അവിടെ അലൗഡ് അല്ല. മെയിൻ റെയിൻഫോഴ്സ്മെന്റ് ബാർസ് ആൻഡ് സ്റ്റിറപ്സ് ആർ ഓൾസോ പ്രൊവൈഡഡ് ഇൻ ഫിക്സഡ് ബീംസ്. ദെൻ കാന്റിലിവർ ബീംസ് എന്ന് പറയുമ്പോൾ one end of the beam is fixed to wall or column, other end free. പറഞ്ഞ പോലെ തന്നെ ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നു, അത് ഫ്രീ ആയിട്ട് വെച്ചിരിക്കുന്നു. ഇറ്റ് ഹാസ് എ ടെൻഷൻ ഓൺ ടോപ്പ് ആൻഡ് കംപ്രഷൻ ഓൺ ദി ബോട്ടം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന കാര്യം എന്ന് പറയുന്നത്, ഓക്കെ, കാര്യം എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്. സോ ഹിയർ ഇവിടെ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ, ഓക്കെ, ഇവിടെ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ സാധാരണ ബീം നേരത്തെ പറഞ്ഞു ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യുക. പക്ഷെ ഇവിടെ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക, ഇത് ബെൻഡ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും ബെൻഡ് ചെയ്യുക. സോ വാട്ട് വിൽ ഹാപ്പൻ, ടെൻഷൻ ടോപ്പിലും കംപ്രഷൻ ബോട്ടത്തിലും ആയിരിക്കും ഇൻ കേസ് ഓഫ് കാന്റിലിവർ ബീം. ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇവിടെ ആവുമ്പോഴോ സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇങ്ങനെയാണ് ബെൻഡിങ് സംഭവിക്കുന്നത്. സോ ടോപ്പിലായിരിക്കും കംപ്രഷൻ ആൻഡ് ബോട്ടത്തിലായിരിക്കും ടെൻഷൻ. ഓക്കെ, നേരത്തെ പറഞ്ഞത് തന്നെ. സോ ഇതാണ് ഇത് തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കാന്റിലിവർ ബീമിന്റെ വരിക. ദെൻ കമ്മിങ് ടു കണ്ടിന്യൂസ് ബീം. ഓക്കെ, കണ്ടിന്യൂസ് ബീംസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ, കണ്ടിന്യൂസ് ബീംസ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ബീം ഇസ് എ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് മൾട്ടി സ്പാൻ ബീം ഓൺ ഹിഞ്ചഡ് സപ്പോർട്ട്. ഓക്കെ, കണ്ടിന്യൂസ് ബീംസ് എല്ലാം സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആണ്. സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് മീൻസ് എന്താണ്, അതായത് നമ്മൾക്ക് നമ്മുടെ ഇക്വിലിബ്രിയം ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റാത്ത സ്ട്രക്ചേഴ്സ് ആണ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ്. ബിക്കോസ് ഇവിടെ കുറേ സപ്പോർട്ട്സ് ഉണ്ട്, ഇന്റർമീഡിയറ്റ് ആയിട്ട് കുറേ സപ്പോർട്ട്സ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഇത് ഇൻഡിറ്റർമിനേറ്റ് ആയിട്ട് മാറിയത്. കണ്ടിന്യൂസ് ബീംസ് എന്ന് പറയുന്നത് ഒരു എൻഡ് സ്പാൻസ് മേ ബി കാന്റിലിവർ. ഇവിടെ എൻഡ് സ്പാൻ വേണമെങ്കിൽ കാന്റിലിവർ ആവാം. ഓക്കെ, മേ ബി ഫ്രീലി സപ്പോർട്ടഡ് ഓർ ഫിക്സഡ് സപ്പോർട്ടഡ്. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി സപ്പോർട്ട്സ് ഓഫ് എ ബീം of a continuous beam must be able to develop reaction along the beam axis. Then overhanging beam. Okay, so overhanging beams ഈ ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടാവും. സോ ഈ സപ്പോർട്ടിൽ നിന്ന് കുറച്ച് ബീം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നുണ്ടാവും. അപ്പൊ അത്